ലഷ്കർ ഭീകരൻ അമീർ ഹംസയ്ക്ക് അപകടത്തിൽ ഗുരുതര പരിക്ക്. പാക് ചാര സംഘടന ISIയുടെ സംരക്ഷണയിൽ ലാഹോറിലെ ആശുപത്രിയിലാണ് ഭീകരൻ ചികിത്സയിൽ കഴിയുന്നത്. അമേരിക്ക ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചയാളാണ് അമീർ ഹംസ. ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, അമീർ ഹംസയ്ക്ക് അപകടം പറ്റിയത് ഏത് രീതിയിലുള്ള അപകടമാണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച വിശദീകരണമൊന്നും ഇപ്പോൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. എങ്കിലും ലഷ്കർ ഇ തോയ്ബയുടെ തിങ്ക് ടാങ്ക് എന്നൊക്കെ പറയാവുന്ന അല്ലെങ്കിൽ അതിന്റെ ബൗദ്ധിക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് ഇയാൾ. ഇയാളുടെ മാസിക, ഈ ലഷ്കർ ഇ തോയ്ബയുടെ മാസിക, അത്തരത്തിലുള്ള സംവിധാനങ്ങളിലെല്ലാം തന്നെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു റാഡിക്കലൈസേഷന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ കൂടിയായതിനാൽ ഇയാൾക്കെതിരെ നടന്ന ആക്രമണം അതീവ ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ലഭ്യമാകുന്ന സൂചനകൾ അനുസരിച്ച് നേരത്തെ, അതായത് ഏതാണ്ട് 2 ദിവസം മുമ്പ് മറ്റൊരു ഭീകരൻ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ഈ കൊലപാതകം ഉൾപ്പെടെ നടന്ന ഒരു പശ്ചാത്തലത്തിൽ ഇയാൾക്കെതിരെ നടന്ന ആക്രമണത്തെ ഗൗരവത്തോടെ കാണണമെന്ന ഒരു നിരീക്ഷണമാണ് പൊതുവെ ഉണ്ടായിരിക്കുന്നത്. എങ്കിലും ഇത്തരത്തിലൊരു എതിർപ്പ് പാകിസ്ഥാനിൽ തന്നെ കൃത്യമായൊരു എതിർപ്പ് ഈ ഭീകര സ്വഭാവമുള്ള സംഘടനകൾക്കെതിരെ ഉയർന്നു വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് പല ദുരൂഹതകളും നിലനിൽക്കുന്നുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആശുപത്രിയിൽ കനത്ത സുരക്ഷയിലാണ് ഇയാളുടെ ചികിത്സയും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ പുരോഗമിക്കുന്നത്. എന്നാലും ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ ആക്രമണം നടന്നത് ഏതോ ഒരു അജ്ഞാതന്റെ ഭാഗത്തു നിന്നാണ് എന്ന ചില വിവരങ്ങളെല്ലാം തന്നെ വരികയും ചെയ്യുന്നുണ്ട്. ആക്രമണം കടുത്ത ആക്രമണമായിരുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനും സാധിക്കുന്നത്. രോഹിണി, ശരി, ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.